എൻഡിഎയുടെ കേരള പദയാത്ര ഇന്ന് കോട്ടയം ജില്ലയിലാണ്. എൻഡിഎ ചെയർമാൻ കെ സുരേന്ദ്രൻ രാവിലെ വൈക്കം മഹാദേവ ക്ഷേത്ര ദർശനത്തോടെയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കമിടുക. എന്തായാലും വൈകിട്ട് തിരുനക്കരയിലാണ് പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, വൈകുന്നേരം എത്ര മണിക്കാണ് പൊതുസമ്മേളനം? തീർച്ചയായിട്ടും ഇപ്പോൾ കെ സുരേന്ദ്രന്റെ ജില്ലയിലെ പര്യടനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാന പരിപാടികളെല്ലാം തന്നെ കൃത്യമായ പദ്ധതിയിലൂടെ തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ ഞാനിപ്പോൾ നിൽക്കുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. ഈ ക്ഷേത്ര ദർശനത്തോടെയാണ് ജില്ലയിലെ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. 3 മണിയോടുകൂടിയാണ് പ്രധാനമായും ഇത്തരത്തിലുള്ള പൊതുസമ്മേളനവും അതുപോലെ തന്നെ മറ്റ് പദയാത്രയും എല്ലാം തന്നെ ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ക്ഷേത്ര ദർശനത്തിന് ശേഷം വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ യോഗങ്ങളിലും അതുപോലെ തന്നെ പ്രമുഖ വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്കുമാണ് ഇന്ന് ഉച്ചവരെയുള്ള സമയം നടക്കുക. അതിനുശേഷം തിരുനക്കരയിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. പിന്നീട് തിരുനക്കരയിൽ നിന്ന് സംക്രാന്തിയിലേക്കാണ് പദയാത്ര നടത്തുക. നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദയാത്രയിൽ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ്. ഈ നേട്ടങ്ങൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിലേക്ക് പദയാത്ര പ്രവേശിക്കുമ്പോഴും സമാനമായി തന്നെ എടുത്തു പറയാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അഭിമാനപൂർവ്വം തലയുയർത്തിപ്പിടിക്കാവുന്ന തരത്തിൽ ജില്ലയിൽ സമുന്നതമായിട്ടുള്ള സർവതല സ്പർശിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്കൊപ്പം സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന ക്ഷേമ പദ്ധതികൾക്കൊപ്പം തന്നെ മറ്റ് വൻകിട പദ്ധതികളടക്കം വലിയ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ വ്യാവസായിക രംഗത്തും എല്ലാം തന്നെ വലിയ സ്വാധീനം ചെലുത്താവുന്ന തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തെരഞ്ഞെടുപ്പോട് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുന്നത് തന്നെയാണ് BJPയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. അതുപോലെ തന്നെ അത്തരത്തിൽ തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദയാത്ര സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ജില്ലയിലെ പ്രാദേശികമായിട്ടുള്ള ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം വലിയ ഉണർവുണ്ടാകുമെന്നും അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്നെ വലിയ മുന്നോടിയായിട്ടുള്ള ഒരു പ്രചാരണത്തിന് ട്രയലായി മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന മണ്ഡലമാണ് കോട്ടയം. നമുക്കറിയാം റബ്ബർ വിലയടക്കം വലിയ രീതിയിൽ ചർച്ചയാവുന്ന വിഷയമാണ്. എല്ലാ വർഷവും വലിയ സ്വാധീനമായി റബ്ബറിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയവും വാദപ്രതിവാദങ്ങളും എല്ലാം തന്നെ നടക്കാറുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ റബ്ബർ വിലയിൽ അല്പം ഉയർത്തിക്കൊണ്ട് ഈ ചർച്ചകൾ അനുകൂലമാക്കാൻ LDF ശ്രമിച്ചിരുന്നെങ്കിലും 250 രൂപ നൽകി റബ്ബറിന് 250 രൂപ താങ്ങുവില നൽകുമെന്നുള്ള പ്രഖ്യാപനത്തിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 150 രൂപയിൽ വരെ മാത്രമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു വാഗ്ദാന ലംഘനം CPM നടത്തി എന്നുള്ള ആരോപണം അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിമർശനം അതീവ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വിഷയങ്ങളെല്ലാം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടികൾ തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജ്ജമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പദയാത്ര കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാവുകയും അതെല്ലാം അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. NDA ഒറ്റക്കെട്ടായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും അതുപോലെ തന്നെ NDAയുടെ മണ്ഡലത്തിലെ സ്വീകാര്യത വർദ്ധിച്ചുവെന്നുമെല്ലാം കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് PC ജോർജ് അടക്കമുള്ള സമുന്നതനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിലെ നേതാക്കൾ BJPയുടെ ഭാഗമാകുന്നു. ഒപ്പം തന്നെ NDA വിപുലീകരണവും അതിശക്തമായിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ കോട്ടയം കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലയിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ BJP വെച്ചു പുലർത്തുന്നുണ്ട്. ഈ പദയാത്രയ്ക്കും അതിൻ്റെ ആവേശമെല്ലാം തന്നെ അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. വലിയ തരംഗം തന്നെ ജില്ലയിൽ സൃഷ്ടിക്കും ഈ പദയാത്രയിലൂടെ എന്നാണ് BJP അതുപോലെ തന്നെ NDAയും എല്ലാം തന്നെ കരുതുന്നത്. ഏതായാലും ഇപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം തന്നെ ആരംഭിക്കുകയായി. അല്പസമയത്തിനകം കെ സുരേന്ദ്രൻ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമാവും. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.